ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ മൗപദേശ ശതകത്തിൽ പറയുന്ന ഒരു വരിയാണ്. ത്രിഗുണ ഗുണം ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരു ഈശന് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. അതിപ്പോൾ വായിച്ചപ്പോൾ അതിൽ ഇൻ്റർപ്രിട്ടേഷനായി പറയുന്നത് ഒരു ബോധോദയം സംഭവിച്ച ഒരു വ്യക്തിയുടെ ഹൃദയം എന്ന് പറയുന്നത് പല പ്രപഞ്ചാനുഭവങ്ങളുടെയും ശ്മശാന ഭൂമിയായി തീരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് ഒന്ന് വിശദീകരിക്കാമോ? അതായത് ഈ അനുഭവമാണ് പ്രപഞ്ചത്തിൻ്റെ കാതലായ ആത്മാവ് എന്ന് പറയാം. അപ്പോൾ അനുഭവത്തിന് വേണ്ടിയാണല്ലോ ബോധം പ്രപഞ്ചമായി മാറുന്നത്. അപ്പോൾ അനുഭവത്തിന് സാധ്യതയുള്ളിടത്തോളം കാലം ബോധത്തേക്കാൾ കൂടുതൽ, അതായത് അവയർനെസ്സിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസിന് പ്രാധാന്യം കിട്ടുന്നു. ചിത്തിനേക്കാൾ പ്രധാനമായിട്ട് ആനന്ദത്തിന് പ്രാധാന്യം കിട്ടുന്നു. അപ്പോൾ ചിത്ത് ഒഴിഞ്ഞു നിൽക്കുകയും ആനന്ദം അനുഭവിക്കാൻ ഉള്ള വ്യഗ്രതയിലൂടെ സകല ജീവജാലങ്ങളും, അതിപ്പം നമുക്ക് ജീവനില്ല എന്ന് വിചാരിക്കുന്ന വസ്തുക്കൾ പോലും അതിൻ്റേതായ ആനന്ദം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ആനന്ദത്തിൽ കൂടെ കടന്നു പോകുന്നു. പക്ഷെ ബോധത്തിലേക്ക് പ്രവേശിക്കുന്ന ക്രമത്തിൽ ഈ സമത് മുമ്പ് വന്നിരിക്കും. ബോധത്തിലേക്ക് പ്രവേശിക്കുന്ന ക്രമത്തിൽ ആനന്ദം വിട്ടുപോകേണ്ടിയിരിക്കുന്നു. ആനന്ദത്തിന് ഭംഗം സംഭവിച്ചേക്കുള്ളൂ. അഥവാ ആനന്ദപ്രാപ്തിക്ക് ശേഷം ബോധത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുന്നതായിട്ടും നമുക്ക് നിത്യമായിരിക്കുന്ന ശാരീരികമായിരിക്കുന്ന പ്രക്രിയകളിൽ പോലും മനസ്സിലാക്കാൻ പറ്റും. ഞാൻ കുറച്ച് വിദൂരമായിട്ട് പറയുകയാണ്, ദൂരെ കൂടെ പറയുകയാണ്. ഒരു ശാരീരികമായൊരു ആനന്ദമൂർച്ചയ്ക്ക് ശേഷം പെട്ടെന്ന് ഒരു പൗരുഷമായിരിക്കുന്ന മനസ്സ് ആ അനുഭവത്തിൽ നിന്ന് വിഡ്രോ ചെയ്ത് ബോധത്തിലേക്ക് മാറും. ആ സെക്കൻഡിൽ അത് വിഡ്രോ ചെയ്യപ്പെടുകയാണ്. വീണ്ടും ഒരു ആനന്ദാനുഭവത്തിന് വീണ്ടും കുറച്ച് സമയമെടുക്കും. ആ സമയമെടുക്കുന്നവരെ ആ ആനന്ദാനുഭവത്തിൽ പോലും തൽപരനല്ല ഒരു വ്യക്തി. അപ്പോൾ ആനന്ദാനുഭവത്തിൻ്റെ ചരമസീമയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്ന ഒരു ബോധപ്രാപ്തനെ സംബന്ധിച്ചിടത്തോളം ഈ ആനന്ദാനുഭവങ്ങളിലേക്ക് പോകുന്നതിനൊരു താല്പര്യമില്ലാതിരിക്കുകയും അതുകൊണ്ട് തന്നെ ആനന്ദാനുഭവത്തിന് അതിൻ്റെ ശ്മശാന ഭൂമിയാണ് എന്ന് പറയുന്നത് അതിൻ്റെ മരണം സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയും ചെയ്തു. അപ്പോൾ ആനന്ദത്തിൽ അതിന് താല്പര്യമില്ല. പിന്നെ ആനന്ദത്തിൽ താല്പര്യം ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്നതാണ്. താല്പര്യം ഉണ്ടായിട്ടല്ല, ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ഭാഗമായിട്ടാണ് താൻ നിലനിൽക്കുന്നത് എന്നുള്ള തിരിച്ചറിവുള്ളതുകൊണ്ട് പ്രകൃതിയുടെ ധർമ്മം, പ്രാപഞ്ചികമായിരിക്കുന്ന ധർമ്മം എന്ന് പറയുന്നത് അനുഭവമാണ് എന്നറിയാവുന്നതുകൊണ്ട് അനുഭവത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ഒരു വയലൻസാവും. അവിടെയാണ് എവിടെയാണ് ബോധപ്രാപ്തൻ വയലൻസ് കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എപ്പോഴാണോ പ്രകൃതിയെ നിരസിക്കുന്നത്, ആ പ്രകൃതി നിരാസത്തിലേക്ക് അവിടെ പോകുന്നിടത്ത് വയലൻസാണ് സംഭവിക്കുന്നത്. പ്രകൃതി ജയം സംഭവിക്കാം, തീർച്ചയായിട്ടും പ്രകൃതി ജയം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ സാറ് ആദ്യം പരാമർശിച്ച അല്ലെങ്കിൽ ഉദ്ധരിച്ച ശ്ലോകത്തിൽ പറയുന്ന പോലെ ഈ 3 വരകൾ ത്രിഗുണാത്മകമായിരിക്കുന്ന പ്രകൃതിയെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ആ പ്രകൃതിയിലുള്ള അനുഭവത്തെ നിരാകരിച്ചുകൊണ്ട് പൂർണ്ണമായും പ്രപഞ്ചത്തെ നിരാകരിക്കുകയാണെങ്കിൽ അതൊരു പ്രകൃതി നിരാസമാകുന്നു, അതൊരു വയലൻസുമോ? അത് അഹിംസയാണോ? അതാണല്ലോ ഗൗതമബുദ്ധൻ്റെ കഥയിൽ പറയുന്നത്. ഗൗതമബുദ്ധൻ വയസ്സായി കഴിഞ്ഞപ്പോൾ, വയസ്സായില്ല, 70 വയസ്സായി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം ഒരു ദേവൻ വന്ന് ചോദിച്ചു എന്നാണ് പറയുന്നത്. കഥകളിൽ പറയുന്നതാണ്, അങ്ങ് 72ഓളം വയസ്സായി കഴിഞ്ഞല്ലോ, അത് അങ്ങ് എന്തിനാണ് ഈ ജരാനരകൾ ബാധിക്കാതിരിക്കുന്നത്? പ്രകൃതിയ ഒരാളിൽ സംഭവിക്കുന്ന ജരാനരകൾ അങ്ങയിൽ ബാധിക്കാതെ ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? അതൊരു അഹിംസയാണോ എന്ന് ചോദിക്കുന്നുണ്ടെന്ന്. ഗൗതമബുദ്ധനെ തിരിച്ചറിയുകയും ഏതാനും മിനിറ്റുകൾക്കകം അദ്ദേഹം ജരാനരകൾ ബാധിച്ച വൃദ്ധനായി തീരുകയും ചെയ്യുന്നു എന്നാണ്. അതാണ് ഒരു ഉദാഹരണം. അപ്പോൾ അനുഭവത്തിൻ്റെ ഭാഗമാണ് ഈ ജരാനരകൾ പോലും.
പ്രകൃതിയിൽ വരുന്ന ജീർണത എന്ന് പറയുന്നൊരു അനുഭവമാണ്. നമ്മളിന്ന് രാവിലെ ആഹാരം കഴിച്ചിട്ടുള്ളത് ജീർണിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ദുഃഖമാണ്. അതൊരു അജീർണമായിട്ട് നമുക്ക് രോഗമുണ്ടാക്കും. അപ്പോൾ അത്തരത്തിൽ ആ പ്രകൃതിയോട് നമ്മൾ മൽപ്പിടിക്കാൻ പോവുകയാണെങ്കിൽ, അതായത് പ്രകൃതിയെ നിരസിക്കുകയാണെങ്കിൽ, ബോധപ്രാപ്തനാണെങ്കിലും കാണിക്കുന്ന ഒരു വയലൻസാണ്. പിന്നെ സാറിപ്പോൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ പല ബുദ്ധന്മാരും പ്രകൃതി ജയം സിദ്ധിച്ചവരായിട്ട് തന്നെ കഴിഞ്ഞുകൂടിയില്ലേ എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും കഴിഞ്ഞുകൂടും. പക്ഷെ അങ്ങനെ കഴിഞ്ഞുകൂടുന്നവർ പോലും അവരുടെ ശരീരത്തിൻ്റെ സായാഹ്നത്തിൽ ആ പ്രകൃതിയുടെ സാധാരണത്തിലുള്ള ആ ലീലയ്ക്ക് വശംവദരായി അവർ രോഗപ്രാപ്തരായി രോഗത്തോടുകൂടി ഇല്ലാത്ത രോഗങ്ങളൊന്നും ബാക്കി വയ്ക്കാതെ അനുഭവിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ ഒരു ശരീരം വിടുകയും ചെയ്യും. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിരീക്ഷകർക്ക് തോന്നാം ഇതൊക്കെ ഈ പറഞ്ഞ പോലെ പ്രകൃതി ജയം കാണിക്കാൻ പോയതുകൊണ്ടുള്ള കുഴപ്പമാണ് എന്നൊക്കെ പറയും ചില ആൾക്കാർ. അങ്ങനെയല്ല, അതവരുടെ സ്വീകരണമാണ്. അവർ സ്വയം ഭരിക്കുന്ന ദുഃഖം തന്നെയാണ്. അപ്പോൾ ഒരുപക്ഷെ അനുവാചകന് വേണ്ടി അവർ പ്രകൃതിയെ നിരസിക്കുന്നതായിട്ട് കാണിക്കാം. പക്ഷേ അങ്ങനെ നിരസിക്കുന്നതായിട്ട് കാണിക്കേണ്ടി വരികയാണെങ്കിൽ അതിൻ്റെ വിലയെ അവർ കൊടുക്കേണ്ടി വരും. ആരും ഈ കർമ്മ നിയമത്തിൽ നിന്ന് സ്വതന്ത്രമല്ല. അപ്പോൾ ആരായാലും ആ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം അനുഭവിച്ചേക്കുള്ളൂ. അപ്പോൾ ബോധപ്രാപ്തനാണ് ആ പ്രകൃതിയുടെ ലീലയിൽ നിന്ന്, അല്ല പ്രകൃതിയുടെ പ്രതിഭാസങ്ങളിൽ നിന്ന് സ്വയം രക്ഷിക്കാൻ നോക്കുന്നു, അല്ലെങ്കിൽ സ്വയം മാറ്റി നിർത്താൻ നോക്കുന്നു. അത് ആ വയലൻസാണ്. ആ വയലൻസിന് അവർ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ബോധത്തിലേക്ക് പോകുന്നവൻ അനുഭവത്തിൽ നിന്ന് ദൂരെ ദൂരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അനുഭവം ഇല്ലാതാകുന്നു, അനുഭവത്തിനെ നിരസിക്കുന്നു. ഇല്ലാതാകുന്നൊന്നുമല്ല, അനുഭവത്തിൻ്റെ ചൈത്രയാത്ര ഇപ്പോൾ തുടങ്ങുകയുള്ളൂ. ഏതനുഭവമാണോ വേണ്ടെന്ന് വയ്ക്കുന്നത് അതോടുകൂടി അനുഭവം തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കും, നമ്മളെ കത്തും, നമ്മളെ അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മളതിനെ നിരസിച്ച് മുകളിലേക്ക് പോകുന്നതിലാണ് ആ ബോധത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. അതുകൊണ്ടുള്ള കുഴപ്പമെന്തെന്ന് വെച്ചാൽ ബോധപ്രാപ്തന്മാരെ കണ്ടുപഠിക്കുന്ന അനുവാചകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ധാരണ ഈ അനുഭവത്തെ നിഷേധിക്കലാണ് ബോധപ്രാപ്തി എന്ന് തിരിതിരിക്കും. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു സംഗതിയാണ്, ഞാൻ കുട്ടിക്കാലത്ത് ഈ അണ്ണാൻ ശബ്ദം ഉണ്ടാക്കുന്നത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിന് വാലിട്ടടിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് വാലിൻ്റെ അവിടെ എവിടെയാണ് ആ ശബ്ദം. വാലിട്ടടിക്കുന്നതുകൊണ്ടാണല്ലോ ശബ്ദം കേൾക്കുന്നത്. വാലിൽ ഇവിടെ മണി പോലൊരു സാധനം ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അതാണ് ശബ്ദം. അപ്പോൾ വാലിട്ടടിക്കുന്നത് ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണെങ്കിൽ പോലും നമുക്കങ്ങനെ തോന്നിയില്ലേ. ഇതുപോലെ സാധകൻ തെറ്റായ രീതിയിൽ ബുദ്ധനെ ഫോളോ ചെയ്യുമ്പോൾ ബുദ്ധനുണ്ടായിരിക്കുന്ന പ്രകൃതി നിരാശത്തെ അല്ലെങ്കിൽ അനുഭവത്തിൻ്റെ നിരാശത്തെയൊക്കെ കണ്ടുപഠിച്ചുകൊണ്ട് അനുഭവത്തെ നിരസിക്കുന്നതാണ് ബോധത്തിലേക്കുള്ള വഴി എന്ന് തെറ്റിദ്ധരിക്കാൻ, ഇതാണ് പ്രധാനമായി വേദാന്തത്തിന് വന്നിരിക്കുന്ന കുഴപ്പം. ലോകത്തെ നിരസിച്ചു കഴിഞ്ഞാൽ എന്തോന്നോ വരും എന്നൊരു തോന്നൽ വന്നു. കണ്ടവർ ബുദ്ധന്മാരെല്ലാം ലോകത്തെ നിരസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലോകത്തെ ശ്രദ്ധിക്കുന്നില്ല. രമണ മഹർഷി അങ്ങനെ നടന്നു, ഇദ്ദേഹം ഇങ്ങനെ നടന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതുപോലെ നമ്മൾ നടന്നാൽ കഴിഞ്ഞാൽ കാക്ക ഏകാദശി എന്ന ഒറ്റ കഥയുണ്ടല്ലോ, അതുപോലെ അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഈ പ്രകൃതിയെ നിരസിക്കുന്നൊരു സ്വഭാവം സ്വാഭാവികമായിട്ടും വരും. ഇന്നലെ ശ്രീ ജിജി ചോദിക്കുമായിരുന്നു മെനിഞ്ഞാന്ന്, ഈ ചിത്രകലയും ആശ്രമമായിട്ട് എന്താണ് ബന്ധം എന്ന് ചോദിച്ചു. ചിത്രകലയെ അദ്ദേഹം ലോകത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ട് നിർത്തിയിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ എക്സ്ക്രിപ്ഷൻ്റെ ഒരു ലിറ്ററേച്ചർ കണ്ടപ്പം അതിൽ നേരെ തിരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് എൻ ഇന്നർ സെർച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ അതിന് വിരുദ്ധമായിട്ടാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്, എന്താണ് അതിനകത്ത് ബന്ധം എന്ന് ഞാൻ അതിശയിച്ചു. അപ്പോൾ അതിന് സാറിൻ്റെ പോസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ബിക്കോസ് ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദി മെമ്മറീസ് ഓഫ് മൈ ബ്രദർ ആൻഡ് ഓൾ. അത് ആ സമയത്തപ്പോൾ ഓർമ്മ വന്നു അത് എഴുതി എന്നുള്ളതല്ലാതെ വാസ്തവത്തിൽ ആ മെമ്മറി കൊണ്ടൊരു ചിത്രകലാ ക്യാമ്പൊന്നും നടത്തേണ്ട കാര്യമില്ല. മനസ്സിലായി? അതുകൊണ്ടല്ല
നമ്മുടെ മുമ്പുള്ള ചർച്ചകളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു കലാകാരൻ, ഇന്നലെ രാത്രിയും സംസാരിക്കേണ്ടി വന്നു, കലാകാരനിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ ബോധപ്രാപ്തിക്ക് തൊട്ടടുത്ത ഘട്ടങ്ങളിലാണ്. ഉമർ ഖയ്യാം പറയും പോലെ ഈ പ്രപഞ്ചഘടത്തെ എറിഞ്ഞുടച്ച് പുനഃസൃഷ്ടിക്കാം എന്ന് തീരുമാനിക്കുന്ന ഒരു ഘട്ടമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഈഗോയിസ്റ്റിക്കായിരിക്കും. ഓഷോ പറയുന്നുണ്ട്, ഒരു ആർട്ടിസ്റ്റ് വളരെ ഈഗോയിസ്റ്റിക്കാണ്, ഭയങ്കര ഈഗോ ആണെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് ഈഗോ ഉണ്ടായേ പറ്റുള്ളൂ. ഈഗോ ഉണ്ടായാൽ മാത്രമേ മതിയാവുള്ളൂ. ഈഗോ ഇല്ലാത്ത ആരും തന്നെ ഇല്ല. എന്താണ് ഓഷോ ചെയ്യണം തീരുമാനിച്ചത്? അദ്ദേഹത്തിൻ്റെ ഈഗോ ആണ്. ഏത് വേഷം ധരിച്ചുകൊണ്ട് നടക്കണമെന്ന് വിചാരിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ ഈഗോ ആണ്. അദ്ദേഹത്തിൻ്റെ വേഷഭൂഷാദികളും തലമുടിയും പിന്നെ തൊപ്പി വയ്പ് ഇതൊക്കെ ഈഗോയുടെ ഭാഗമാണ്, സ്വാഭാവികമായിട്ടും. അതില്ലാതെ ആർക്കും ഭൂമിയിൽ ജീവിക്കാനൊക്കെ ഇല്ല. അപ്പോൾ ആ ഈഗോ വരുന്നത് പുനഃസൃഷ്ടിക്കാനുള്ള, പ്രപഞ്ചത്തെ പുനഃസൃഷ്ടിക്കാനുള്ള ഒരു വ്യഗ്രത. നമ്മൾ ഇന്നലെ സംസാരിച്ച പോലെ സ്റ്റെപ്പിംഗ് ഇൻ ദി ഷൂസ് ഓഫ് ദി ക്രിയേറ്റർ, സൃഷ്ടാവിൻ്റെ പാതകങ്ങൾ അണിയാൻ തയ്യാറാവുന്നു. ദിസ് ഡസ് നോട്ട് മീൻ ദെയർ ഇസ് എ ക്രിയേറ്റർ. അങ്ങനെയല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാനത് ഉപമായിട്ട് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഒരു പദവിയിലേക്ക് അവർ കയറുന്ന സ്ഥലത്താണ്, സന്ദർഭത്തിലാണ് ആ കലാസൃഷ്ടി നടക്കുന്നത്. അപ്പോൾ ആ സൃഷ്ടി എന്ന് പറയുന്നത് സംഗീതമായിരുന്നാലും ചിത്രരചനയായാലും ഒക്കെ തന്നെയും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാവർക്കും ആസ്വദിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ അതിന് സാധ്യത വരുന്നത് തന്നെ മനുഷ്യൻ അടിസ്ഥാനപരമായിരിക്കുന്ന സാധനകളിലൂടെ എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ജീവിതം തന്നെയാണ്, വേറൊന്നുമല്ല. ജീവിത സമ്പൂർത്തിയിലൂടെ, ആ സാച്ചുറേഷനിലൂടെ അവൻ ബോധത്തിലേക്ക് അടുക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ഒരു കലാകാരനാവാൻ പറ്റുന്നത്. അല്ലാത്തവന് കല മനസ്സിലാക്കുക പോലുമില്ല. അപ്പോൾ അത്രയ്ക്ക് ഒരു ഹയർ ഡിഗ്രിയിൽ ഇരിക്കുന്നവരായതുകൊണ്ട് അവർക്ക് ആ സൃഷ്ടിപരതയുടേതായ ഒരു അഹങ്കാരം ഉണ്ടായിരിക്കണം. അത് ധർമ്മമാണ്. അതിനെ ഒരിക്കലും നമ്മൾ കുറച്ച് കാണാൻ പാടില്ല. അതാണ് എൻ്റെ വ്യക്തിപരമായ. ഞാൻ വളർന്നത് പത്രപ്രവർത്തകരുടെ ഒരു കുടുംബത്തിലാണ്. പത്രപ്രവർത്തകർക്കുള്ള പോലെ, അന്നത്തെ പത്രപ്രവർത്തകർക്കുള്ള പോലെ, ഇപ്പോൾ അത് വളരെ ഇഷ്ടംപോലെ ആയിക്കഴിഞ്ഞു. അന്ന് പത്രപ്രവർത്തകരാണ് സമൂഹത്തിലെ ഏറ്റവും ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺസ്, പിന്നെ വക്കീലന്മാർ. അപ്പോൾ ഇത് രണ്ടും സാധാരണമായി കഴിഞ്ഞു. അതുകൊണ്ട് അതിന് വലിയ പ്രസക്തിയില്ല അന്ന്. അപ്പോൾ എനിക്കറിയാം എങ്ങനെയാണ് ആ ഈഗോ വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് കണ്ടിട്ടുണ്ട്. ഞാൻ കുട്ടിക്കാലം മുതൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു അത്രയ്ക്കൊരു ഈഗോ വാസ്തവത്തിൽ ആർട്ടിസ്റ്റിന് വരുന്നില്ല. അപ്പോൾ അതൊരു നെഗറ്റീവ് ഡിസ്ട്രക്റ്റീവ് ഈഗോ ആണ്, മോൺസ്ട്രസ് ഈഗോ ആണ്. കലാകാരനുണ്ടാകുന്നൊരു ക്രിയേറ്റീവ് ഈഗോ ആണ്. അതാണ് വ്യത്യാസം. പക്ഷേ ഈഗോയ്ക്ക് ഈഗോയുടേതായ സ്വഭാവം കാണും. ഈഗോയ്ക്ക് ഈഗോയുടെ സ്വഭാവം ഉള്ളതുകൊണ്ട് അതിൻ്റേതായ ചെറിയ പിന്നെ അസ്വാരസ്യങ്ങൾ ചിലപ്പോൾ ഒരു വ്യക്തിബന്ധങ്ങളിൽ ഉണ്ടാക്കിയിരിക്കാം, സ്വാഭാവികമാണ്. പക്ഷേ എന്നാൽ പോലും കലയുടെ മൂല്യം, അല്ലെങ്കിൽ കല അവിടെ ഉണ്ടാകുന്ന സൃഷ്ടിയുടെ ഒരു സൗന്ദര്യത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കതിന് ഈ ഈഗോയ്ക്ക് യാതൊരു പരാതിയും നമുക്ക് പറയാൻ കാണില്ല. അതൊക്കെ സമ്മതിച്ചു കൊടുക്കുകയുള്ളൂ. ഒരു പക്ഷേ ഒരു കലാകാരൻ ചിലപ്പോൾ ആ സൗജന്യത്തെ പിന്നെ ചൂഷണം ചെയ്യുന്നുണ്ടാവാം, ചിലപ്പോൾ അങ്ങനെ വരാം. പക്ഷെ അതാ അദ്ദേഹത്തിൻ്റെ കർമ്മ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതാണ്. കുറ്റമ്പത്തിൻ്റെ കാര്യമില്ല, ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളതുകൊണ്ട് ഒരു സർഗപ്രവർത്തനം എന്ന് പറയുന്നത് സൃഷ്ടിയുടെ ഒരു പെനൽറ്റിമേറ്റ് ഫോം എന്നുള്ള രീതിയിലാണ് സൃഷ്ടിപരമായിരിക്കുന്ന എല്ലാ കലാപ്രവർത്തനങ്ങളെയും കാണേണ്ടത് എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. പിന്നെ അത് കല എന്ന് പറയുന്നത് തന്നെ പൂർണ്ണതയുടെ ഭാഗമാണ്. പൂർണ്ണതയ്ക്ക് കലയില്ല. പക്ഷെ പൂർണ്ണതയെ കൊച്ചു കൊച്ചായിട്ട് മുറിച്ച് സ്ലൈസുകളാക്കുമ്പോൾ അവയെല്ലാം കലകളാണ്. കലകളിൽ കൂടി പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കലയിൽ കൂടി പൂർണ്ണതയെ എത്തിച്ചേരാനുള്ള ഒരു വ്യഗ്രതയ്ക്ക് സാധ്യതയുണ്ടാകുന്നത് തീർച്ചയായിട്ടും ബോധത്തിൻ്റെ ഒരു ബോധപ്രാപ്തിയുടേതായ പടിക്കെട്ടുകളിൽ, ഏറ്റവും അവസാനത്തെ പടിക്കെട്ടുകളിൽ എത്തുമ്പോൾ തന്നെയാണ്. അതുകൊണ്ട് ജിജി ചോദിച്ചതുപോലെ ഇതുപോലൊരു ആശ്രമവുമായിട്ട് എൻ്റെ അന്യത ഇതിനകത്തില്ല. സത്യം പറഞ്ഞാൽ ഇവിടെയാണ് കൊണ്ടാണ് കല ഉണ്ടാകേണ്ടത്, ഇവിടെ തന്നെയാണ്, വേറെ ഒരിടത്തുമല്ല.
നമ്മൾ ഇന്നലെ സംസാരിച്ച പോലെ ഇവിടെ ക്ഷേത്രങ്ങളുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഇവിടുത്തെ ഗണപതി ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങ് ഫിക്സ് ചെയ്തപ്പോൾ അതിനകത്ത് ആദ്യം നമ്മൾ ഓരോ മാസം ഓരോ പ്രോഗ്രാം അതിനകത്തൊരു ഗണേശ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരു ചിത്രകലാ ക്യാമ്പ് നടത്തുകയുണ്ടായി. അതിന് സാമൂഹ്യമായൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അതുവഴി ക്ഷേത്രങ്ങളിൽ ഇതൊരു അനുകരണമായി വെച്ച് എല്ലാവരും ക്ഷേത്രങ്ങളിൽ ക്യാമ്പ് നടത്തുകയും അങ്ങനെ ചിത്രകാരന്മാർക്ക് പ്രോത്സാഹനം സമൂഹം കൊടുക്കുകയും ചെയ്യട്ടെ എന്നുള്ള ഉദ്ദേശമായിരുന്നു. പക്ഷെ അത് നടന്നില്ല. പക്ഷെ ഒന്നുകൂടി ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നടക്കും, അത് സംശയമൊന്നുമില്ല. അത് വരുന്നത് നല്ലതാണ്. കാരണം സമൂഹവും ചിത്രകലയുമായിട്ടുള്ള അടുപ്പം ഈ ഗ്യാപ്പ് കുറച്ച് കൊണ്ടുവരുന്നതിന് അത് സഹായിക്കും. അപ്പോൾ അത്തരത്തിൽ അവിടെ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെയാണ് അത് ഉണ്ടാവേണ്ടത്. അത്തരം ഐശ്വര്യം നിറഞ്ഞ, അതായത് സൃഷ്ടിപരതയുടേതായ ഗന്ധം നിലനിൽക്കുന്ന ഭൂമികളിലാണ് സൃഷ്ടി ഉണ്ടാവേണ്ടത്. അതിന് അതിൻ്റേതായ സൗന്ദര്യം ഉണ്ടായിരിക്കും, അതിൻ്റേതായ വിശാലത ഉണ്ടായിരിക്കും, സങ്കോചങ്ങൾ കുറവായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഇത്തരം സന്ദർഭങ്ങൾ. പിന്നെ ഇത് പൊതുവെയുള്ള ആത്മീയ പ്രവർത്തകർ, ആത്മീയതയുള്ളവരല്ല പ്രവർത്തകർ, അല്ലെങ്കിൽ വേദാന്ത അദ്വൈതവാദികൾ എന്നൊക്കെ പറയുന്നവർക്ക് ഇതൊന്നും ദഹിക്കില്ല. അവരവരുടെ ആസ്വാദനമൊക്കെ എല്ലാം അവർ മുറയ്ക്ക് നടക്കുന്നുണ്ടെങ്കിൽ പോലും മറ്റുള്ളവരെ ആസ്വദിക്കാൻ സമ്മതിക്കുകയില്ല, ആസ്വദിക്കുന്നത് വിലക്കുകയും ചെയ്യും. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വെച്ചാൽ ഇപ്പോൾ സാറ് ചോദിച്ച ക്വസ്റ്റ്യനിൽ നിന്നാണ് അത് വരുന്നത്. അനുഭവത്തിൻ്റെ ശ്മശാന ഭൂമി എന്താണ് സ്വാമി പറഞ്ഞെന്താ? ത്രിഗുണമയം തിരുനീർ. ഓക്കെ, അവസാനം പറഞ്ഞ വാക്ക് അനുഭവത്തിൻ്റെ ശ്മശാന ഭൂമി. അതെ, അതിൻ്റെ വ്യാഖ്യാനം ആരോ പറഞ്ഞിരിക്കുന്നതാണ്. ആരാണ് വ്യാഖ്യാനം പറഞ്ഞിരിക്കുന്നത്? ബാലകൃഷ്ണ സാറാ. ബാലകൃഷ്ണ സാറ് പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അനുഭവത്തിൻ്റെ ശ്മശാനം ഭൂമികയിലാണ് ബോധപ്രാപ്തൻ നിൽക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ ശരി തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ അതിനെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുകയും അതിനെ മാഗ്നിഫൈ ചെയ്ത് കാണുകയും ചെയ്യും. ശ്മശാനമാണ് എന്നുള്ള തോന്നലുള്ളതുകൊണ്ട് ബോധത്തിൻ്റെ അവിടെ ആനന്ദമില്ല എന്നൊരു തോന്നലുണ്ട്. ബോധം സമ്പൂർണ്ണമായിരിക്കുന്ന അതായത് അവിഛിന്നമായിരിക്കുന്ന ആനന്ദത്തിൻ്റെ ഭൂമികയാണ് എന്നുള്ളതും കൂടെ നാം തിരിച്ചറിയേണ്ടതായി. അവിടെ ആനന്ദം മാത്രമേ ഉള്ളൂ, ആനന്ദമല്ലാതെ മറ്റൊന്നില്ല. ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ആനന്ദവും ആനന്ദം അനുഭവിക്കുന്ന വ്യക്തിയുമുണ്ട്. അവ തമ്മിലുള്ള ആ വേർതിരിവുമുണ്ട്. എന്നാൽ ബോധപ്രാപ്തിയിൽ ആനന്ദം മാത്രമേ ഉള്ളൂ, ആനന്ദമല്ലാതെ അനുഭവിക്കുന്ന ഒരു വ്യക്തി പോലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ലയം അവിടെ സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കണം. ഞാൻ ഈ അവസരത്തിൽ മറ്റൊരു കാര്യം ഓർക്കുകയാണ്. പാർശ്വനാഥ് സാറിൻ്റെ പ്രഭാഷണങ്ങൾ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരുന്നൊരു യോഗാചാര്യൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് ഒരു വിവാഹ ചടങ്ങിനെ വെച്ച് കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചു, വേദാന്തം സംസാരിച്ചിരുന്നപ്പോൾ പറഞ്ഞു, ഒരു കോഴിക്കുഞ്ഞിനെ പരുന്തിനെ കാണുന്ന മാത്രയിൽ കോഴിക്കുഞ്ഞ് ഓടി തള്ളയെടുത്ത് വരികയോ അല്ലെങ്കിൽ തള്ളക്കോഴി ഓടിച്ചെന്ന് അതിനെ ചെറുകിനടിയിലാക്കുകയോ ചെയ്യുന്നു, അതൊരു മായയാണ് എന്ന് സാറ് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതങ്ങനെയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. സാറ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്ന് തന്നെ പറയുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലേയും താനും. കാരണം പ്രകൃതിയുടെ ധർമ്മമാണത്. നമ്മളെന്തുകൊണ്ടാണ് ഇപ്പോഴും കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്, കോഴികളെ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറയുന്നത് രണ്ട് കാലുള്ള പറക്കുന്ന കോഴികളാണ് കേട്ടോ. എന്തുകൊണ്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? പരമ്പരാഗതമായിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ ഇങ്ങനെ രക്ഷിക്കാൻ പറ്റുന്നതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നമ്മൾ കാണില്ല. അപ്പോൾ പ്രകൃതി നിയമമാണത്, അതൊരിക്കലും മായയുടെ ഭാഗമാണെന്ന്. പിന്നെ മായ മൊത്തത്തിൽ പ്രകൃതി ഒരു മായയാണല്ലോ. അങ്ങനെ വരികയാണെങ്കിൽ അത് ന്യായീകരിക്കപ്പെടുന്നു. അപ്പോൾ ഇതാണ് ഈ കേൾക്കുന്നവൻ അതിനെ വ്യാഖ്യാനിച്ചെടുക്കുന്നത്. അപ്പോൾ അവനത് കേട്ട് കഴിയുമ്പോൾ വിചാരിക്കും സ്വന്തം കുട്ടികളെ വഴിനീള റോഡിൽ കൂടെ തേരാപ്പാര വിട്ടേച്ചാൽ മതി, അവരെ ശ്രദ്ധിക്കാൻ പാടില്ല, കാരണം ശ്രദ്ധിച്ചാൽ മായയായി പോകും എന്ന് വിചാരിക്കും.
അല്ലേ? അത് ഗുരുസ്വാമി പറഞ്ഞതെന്ന് പറയുന്നത് ഈ മായയുടെ അദ്ദേഹം മായയുടെ അല്ല സോറി അനുഭവത്തിൻ്റെ ശ്മശാനഭൂമിയാണ് ബോധം എന്ന് പറയുന്നെങ്കിൽ അതിന് കാരണം എന്ന് പറയുന്നത് എവിടെയാണോ വേർ ദ എക്സ്പീരിയൻസ് എൻഡ്സ് ദേർ ഷാൾ ദി അവെയർനെസ്. അത്രയേ അതിനർത്ഥമുള്ളൂ. നമ്മൾ ഇന്നലെ സംസാരിച്ചുകൊണ്ടിരുന്ന നേരെ വിഷയമാണ് ഈ കാലം എന്ന് പറയുന്നത് എക്സ്പീരിയൻസിൻ്റെ കാലമാണ്. അവെയർനെസ്സിന് വളരെ ചെറിയൊരു ഭാഗമേ ഇപ്പോൾ ഈ മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാവുള്ളൂ. എങ്ങനെയെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാമെന്നൊരു വിചാരം മാത്രമേ മനുഷ്യ മനസ്സുകൾക്ക് ഇനി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബോധത്തിൻ്റേതായ ബോധകന്മാരായിട്ട് അഭിനയിക്കുന്നവർ തന്നെ കൂടും. കാരണം പ്രകൃതി അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപാട് ഗുരുക്കന്മാരും കപട ഗുരുക്കന്മാരും അങ്ങനെയുള്ള ആത്മീയ പ്രസംഗകരും ഒക്കെ കൂടുതലായിട്ട് വരും. എന്നാലേ കുറച്ചെങ്കിലും ബോധം ഇവിടെ നിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണത്. അപ്പോൾ അതിന് നമ്മൾ കുണ്ഠിതപ്പെടേണ്ട കാര്യമില്ല. അതങ്ങനെ തന്നെ പോട്ടെ എന്നുള്ളതാണ്. ശരി, മതിയാവില്ല.